മജ്ജ്ഹിമ നികായ 59 ബഹുവേദനീയ സൂത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ഈ സൂത്രത്തിൽ ഭഗവാൻ പലതരത്തിലുള്ള വേദനകളെപ്പറ്റി പറയുന്നു. വേദന എന്ന് പറയുന്ന സമയത്ത് അനുഭവം എന്നാണ് അർത്ഥം. അതായത് പണ്ടത്തെ ഭാഷയിൽ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം എന്നാണ് അർത്ഥം. പക്ഷേ ഇന്ന് ഭാരതത്തിലെ മിക്ക ഭാഷകളിലും വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ള അനുഭവത്തിനാണ് ഇവിടെ വേദന എന്ന് പറയുന്നത്. എന്നാൽ ഭഗവാൻ പറയുന്ന വേദന അത്തരത്തിലുള്ളതല്ല. സുഖാനുഭവത്തിനും വേദന എന്ന് പറയും, ദുഃഖാനുഭവത്തിനും വേദന എന്ന് പറയും, സുഖമോ ദുഃഖമോ അല്ലാത്ത ന്യൂട്രലായിട്ടുള്ള അനുഭവത്തിനും വേദന എന്ന് പറയും. അപ്പോൾ വേദന എന്ന വാക്കുകൊണ്ട് അനുഭവം എന്നാണ് അർത്ഥം. അത് സുഖാനുഭവമാകാം, ദുഃഖാനുഭവമാകാം, സുഖമോ ദുഃഖമോ അല്ലാത്ത അനുഭവമാകാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സാധാരണ വ്യക്തികൾ, അതേപോലെ തന്നെ യുക്തിവാദികളായിട്ടുള്ള വ്യക്തികൾ, അവർ എപ്പോഴും വിചാരിക്കുന്നു നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾ, ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾക്ക് ലഭിക്കുന്ന സുഖമാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള സുഖം, ഇതിൽ കൂടുതൽ വലിയ സുഖങ്ങളില്ല എന്ന് അവർ പറയുന്നു. എന്നാൽ ഭഗവാൻ പറയുന്നു ഈ ഇന്ദ്രിയ സുഖങ്ങളാണ് ഏറ്റവും ദുഃഖത്തിന് കാരണം. ഇത് നമ്മൾക്ക് സുഖമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഏറ്റവും ഭയാവഹമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. പക്ഷേ ഇതിനേക്കാളും ഉയർന്ന ചില സുഖങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ സുഖങ്ങൾ ഇതിനേക്കാളും ശ്രേഷ്ഠമാണ്, അനുഭവിക്കാൻ യോഗ്യമാണ്. അതുകൂടാതെ ആ സുഖങ്ങളിൽ രാഗമില്ല എന്ന് ഇതിനു മുൻപുള്ള ചില സൂത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ സൂത്രത്തിലേക്ക് കടക്കാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് കാർപ്പൻ്റർ അല്ലെങ്കിൽ ആശാരിയായിരുന്ന പഞ്ചഗംഗ ആയുഷ്മാൻ ഉദയയുടെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്ന് അതിനുശേഷം അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ ഉദായി, ഭഗവാൻ എത്ര തരത്തിലുള്ള വേദനയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്? കാർപ്പൻ്ററിന് അല്ലെങ്കിൽ ഒരു ആശാരിക്ക് പാലിയുള്ള ഒരു വാക്കാണ് തപതി. അപ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തെ സ്തപതി എന്ന് വിളിക്കാം, അതായത് ഒരു ആശാരി. സ്തപതി ഭഗവാൻ 3 തരത്തിലുള്ള വേദനയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്: സുഖവേദന, ദുഃഖവേദന, അദുഃഖ അസുഖ വേദന. അദുഃഖ അസുഖവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ദുഃഖമാണോ സുഖമാണോ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. ന്യൂട്രലായിട്ടുള്ള വേദന, അതിനെയാണ് അദുഃഖം അസുഖം വേദന എന്ന് പറയുന്നത്. വേദന എന്ന വാക്കിന് അനുഭവം എന്നാണ് അർത്ഥം. സ്തപതി ഭഗവാൻ ഈ തരത്തിലുള്ള 3 വേദനകളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആയുഷ്മൻ ഉദായി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്തപതി പഞ്ചഗംഗ ആയുഷ്മാൻ ഉദായിനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ ഉദായി, ഭഗവാൻ 3 തരത്തിലുള്ള വേദനയെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഭഗവാൻ 2 തരത്തിലുള്ള വേദനയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്: സുഖവേദന, ദുഃഖവേദന. ഭഗവാൻ അദുഃഖം അസുഖം ആ വേദനയെ ശാന്തവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു സുഖവേദനയായിട്ടാണ് സുഖവേദനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അദുഃഖം അസുഖം എന്ന വേദന സുഖവേദനയിൽ തന്നെ പെടുന്നതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അത് ശാന്തമാണ്, സൂക്ഷ്മമാണ്, അതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2ാം പ്രാവശ്യവും ഉദായി പഞ്ചഗംഗനോട് ഇങ്ങനെ പറഞ്ഞു, ഗൃഹപതി, ഭഗവാൻ 2 വേദനകളെപ്പറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹം 3 വേദനകളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്: സുഖവേദന, ദുഃഖവേദന, അദുഃഖം അസുഖവേദന. അപ്പോൾ 2ാം പ്രാവശ്യവും പഞ്ചഗംഗൻ ഉദായിനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ ഉദായി, ഭഗവാൻ 3 തരത്തിലുള്ള വേദനകളെപ്പറ്റി പറഞ്ഞിട്ടില്ല. 2 തരത്തിലുള്ള വേദനയെ പറ്റിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്: സുഖവേദന, ദുഃഖവേദന. അദുഃഖം അസുഖമായിട്ടുള്ള വേദന ശാന്തമാണ്, സൂക്ഷ്മമാണ്, അതുകൊണ്ട് അതിനെ സുഖവേദനയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3ാം തവണയും ഉദായി പഞ്ചഗംഗനോട് ഇങ്ങനെ പറഞ്ഞു, ഗൃഹപതി, ഭഗവാൻ 2 തരത്തിലുള്ള വേദനയെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഭഗവാൻ 3 തരത്തിലുള്ള വേദനയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്: സുഖവേദന, ദുഃഖവേദന, അദുഃഖം അസുഖവേദന. 3ാം തവണയും പഞ്ചഗംഗൻ ഉദായിനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ ഉദായി, ഭഗവാൻ 3 തരത്തിലുള്ള വേദനയെപ്പറ്റി പറഞ്ഞിട്ടില്ല. 2 തരത്തിലുള്ള വേദനയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്: സുഖവേദന, ദുഃഖവേദന. അദുഃഖം അസുഖവേദന എന്നത് ശാന്തമായിട്ടുള്ള സുഖവേദനയിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2 പേർക്കും പരസ്പരം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ
ആയുഷ്മാൻ ഉദായിക്കയും അതേപോലെ തന്നെ പഞ്ചഗംഗനും ഇടയ്ക്കുള്ള ഈ സംഭാഷണം ശ്രദ്ധിച്ചു. അതിനുശേഷം ആയുഷ്മാൻ ആനന്ദൻ ഭഗവാന്റെ അടുത്ത് പോയി. എന്നിട്ട് ഭഗവാനെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് സ്തവകൻ പഞ്ചഗംഗനും അതേപോലെ തന്നെ ആയുഷ്മാൻ ഉദായിയും തമ്മിലുള്ള ചർച്ചകളെപ്പറ്റി ഭഗവാന് കേൾപ്പിച്ചു. ആയുഷ്മാൻ ആനന്ദൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ആനന്ദ, ആയുഷ്മാൻ ഉദായി പറഞ്ഞ ആ കാര്യം, ആ വ്യാഖ്യാനം, അത് പഞ്ചഗംഗൻ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ആ കാര്യം വളരെ ശരിയാണ്. അതേപോലെ തന്നെ പഞ്ചഗംഗൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് ഉദായി അംഗീകരിച്ചിട്ടില്ല. ആ കാര്യം വളരെ ശരിയാണ്. ഞാൻ വേദനകളെപ്പറ്റി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ 2 തരത്തിലുള്ള വേദനകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വ്യാഖ്യാനത്തിൽ 3 തരത്തിലുള്ള വേദനകളെപ്പറ്റി, അല്ലെങ്കിൽ 5 തരത്തിൽ, 6 തരത്തിൽ, 18 തരത്തിൽ, 36 തരത്തിൽ, അല്ലെങ്കിൽ 108 തരത്തിലുള്ള വേദനകളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ധർമ്മത്തിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ധർമ്മം വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടതാണ്. എന്നിരുന്നു കഴിഞ്ഞാലും ഇതിനെ സമ്മതിക്കാത്ത, അംഗീകരിക്കാത്ത, സ്വീകരിക്കാത്ത ചിലർ ഉണ്ടാകും. അവർ പരസ്പരം കലഹിക്കും, തർക്കിക്കും, വാദപ്രതിവാദം ചെയ്യും, പരസ്പരം അടിപിടി കൂടും, മറ്റുള്ളവരെ തീക്ഷ്ണമായിട്ടുള്ള വാക്കുകളാൽ മുറിവേൽപ്പിക്കും. ആനന്ദ, ഞാൻ എൻ്റെ ധർമ്മത്തെ പല പ്രകാരത്തിൽ ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ധർമ്മം വളരെ വിസ്താരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ ആനന്ദ, കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഇതുമായിട്ട് സമ്മതിക്കും, ഇതിനെ അംഗീകരിക്കും, ഇതിനെ സമർത്ഥിക്കും. അങ്ങനെയുള്ളവർ ഈ ധർമ്മത്തിൽ ഐക്യത്തോടുകൂടി കഴിയും, പരസ്പരം ബഹുമാനിക്കും, വഴക്കുകൂടാതെ പാലും വെള്ളവും പോലെ അവർ ഒരുമിച്ച് ജീവിക്കും, പരസ്പരം ദയാദൃഷ്ടിയോടുകൂടി നോക്കും. ആനന്ദ, ഈ 5 തരത്തിലുള്ള കാമഗുണങ്ങളുണ്ട്. അതായത് ഇന്ദ്രിയ ഗുണങ്ങളുണ്ട്. നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്: കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ശരീരം. ഇനി അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതമേ പഞ്ച, ഈ 5 ഇന്ദ്രിയ ഗുണങ്ങൾ അല്ലെങ്കിൽ കാമഗുണങ്ങൾ എന്തൊക്കെയാണ്? ചക്ക് വിജ്ഞേയ രൂപ ഇട്ട കന്ത മനാപ പിയരൂപ കാമൂപ സംഹിത രചനീയ. ചക്ഷു അല്ലെങ്കിൽ കണ്ണിനാൽ കാണപ്പെടുന്ന രൂപം അത് ഇഷ്ടമാണ്, മനസ്സിനിണങ്ങിയതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, കാമമുണ്ടാക്കുന്നതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്. സോതവിന്യേയ സദ്ധ, കാതിൽ കേൾക്കുന്ന ശബ്ദം അത് ഇഷ്ടമുള്ളതാണ്, മനസ്സിന് ഇണങ്ങിയതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, കാമം ഉണ്ടാക്കുന്നതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്. ഗാണവിന്യേയ ഗന്ധ, മൂക്കിൽ ശ്വസിക്കുന്ന ഗന്ധം അത് ഇഷ്ടമാണ്, മനസ്സിനിണങ്ങിയതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, കാമമുണ്ടാക്കുന്നതാണ്, ഉത്തേജിക്കുന്നതാണ്. ജിഹ്വാവിന്യേയ രസം, നാവിനാൽ സ്പർശിക്കപ്പെടുന്ന രസം അല്ലെങ്കിൽ സ്വാദ് ഇഷ്ടമാണ്, മനസ്സിനിണങ്ങിയതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, കാമമുണ്ടാക്കുന്നതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്. കായവിന്യീയ ഫോട്ടബ്ബ, ശരീരത്തിൽ അനുഭവമാകുന്ന സ്പർശം അത് ഇഷ്ടമാണ്, മനസ്സിന് ഇണങ്ങിയതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, കാമമുണ്ടാക്കുന്നതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്. ഇമേഖോ ആനന്ദ പഞ്ച കാമഗുണ. ആനന്ദ, ഇതിനെയാണ് 5 കാമഗുണങ്ങൾ എന്ന് പറയുന്നത്. എം ഖോ ആനന്ദ ഇമേ പഞ്ചൈ കാമഗുണ പഠിച്ച ഉപജ്ജതി സുഖം സോമനസം ഇതം വുച്ഛതി കാമസുഖം. ആനന്ദ, ഈ 5 കാമഗുണങ്ങളിൽ നിന്ന് പ്രതിഷ്ഠിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഖം, സോമനസം. ഇവിടെ സുഖം എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന സുഖം, സോമനസം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന സുഖം. ഇതം വുച്ഛതി കാമസുഖം, ഇതിനെയാണ് കാമസുഖം അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖം എന്നെല്ലാം പറയുന്നത്. യോഖോ ആനന്ദ ഏവം വദയ്യ ഏത പരമം സത്താ സുഖം സോമനസ്സം പടിസംവേദേന്ദീതി ഇമസ്സ നാനു ജാനാമി. ആനന്ദ, ഇവിടെ ചിലരുണ്ട്, അവർ ഇങ്ങനെ പറയും: ഈ പ്രാണികൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും പരമായിട്ടുള്ള സുഖം ഇത് തന്നെയാണ്, ഏറ്റവും പരമമായിട്ടുള്ള മനസ്സിൻ്റെ സന്തോഷം ഇത് തന്നെയാണ്. എന്നാൽ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. തം കിസഹേതു, അതെന്തുകൊണ്ടാണ്? അത്ത അനഞ്ച ഏതം ഹാ സുഖം അന്യം സുഖം അഭിഖന്ധതരഞ്ച പണീതതരഞ്ച. എന്തെന്നാൽ ആനന്ദ, ഇതിനേക്കാളും സുഖകരമായിട്ടുള്ള മറ്റൊരു സുഖമുണ്ട്, അത് ഇതിനേക്കാളും ശ്രേഷ്ഠമാണ്.
ഇത് അല്പം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം സാധാരണ വ്യക്തികൾ, ഇന്ന് ലോകത്തിൽ കാണുന്ന വ്യക്തികൾ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ ഏത് സുഖം അനുഭവിക്കുന്നുവോ അതാണ് പരമമായിട്ടുള്ള സുഖം. ഇതിൽ വെച്ച് മറ്റൊരു സുഖമില്ല, ഇതിനേക്കാളും വലിയൊരു സുഖം വേറെയില്ല എന്നാണ് ഇവരെല്ലാവരും കരുതുന്നത്. സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ ഇക്കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ ഈ ലോകം മുഴുവൻ ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുകയാണ്. ഇന്ദ്രിയ സുഖങ്ങൾ ഒരിക്കലും തൃപ്തി തരുന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നു. എത്ര തന്നെ അനുഭവിച്ചു കഴിഞ്ഞാലും അതൃപ്തി ഉണ്ടാക്കുന്നതാണ് ഈ ഇന്ദ്രിയ സുഖങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മറന്നു കഴിഞ്ഞു. എന്നാൽ ഇതിനേക്കാളും എത്രയോ ശ്രേഷ്ഠവും ഉയർന്നതുമായിട്ടുള്ള മറ്റുള്ള സുഖങ്ങളുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. കഥമാനൻ ചാനന്ത ഏതം ഹ സുഖം അന്യം സുഖം അഭിക്കന്തതരഞ്ച പണീതതരഞ്ച. ആനന്ദ, ഈ സുഖത്തിനേക്കാളും ഉയർന്നതും അതേപോലെ തന്നെ ശ്രേഷ്ഠവും ആയിട്ടുള്ള മറ്റ് ഏത് സുഖമാണ് ഉള്ളത്? ഇതാനന്ദ ഭിക്കു വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി. ആനന്ദ, ഒരു ഭിക്ഷു കാമ സുഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, അകുശല ധർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, ഭീതിയുണ്ട്, സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രത ഉണ്ട്. ഇവിടെ ഭഗവാൻ ആദ്യത്തെ ധ്യാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ ധ്യാനം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹ്യൂമൻ സ്റ്റേറ്റാണ്. സാധാരണ മനുഷ്യർക്ക് കിട്ടുന്നൊരു അവസ്ഥയല്ല ഇത്. കാരണം സാധാരണ മനുഷ്യരുടെ മനസ്സിൽ എല്ലാ സമയത്തും 5 നീവരണങ്ങളുണ്ട്. കാമച്ഛന്തം അല്ലെങ്കിൽ രാഗം, വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം, ഉദ്ധച്ച കുക്കുച്ചം, ഇരിക്കപ്രതിയില്ലായ്മ, ധീനമിത്ത, ആലസ്യം, വിചികിച്ച, സംശയം. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ 5 നീവരണങ്ങളും വന്ന് അവരെ ശല്യപ്പെടുത്തും. അവരുടെ മനസ്സ് എവിടെയും ഉറയ്ക്കുന്നില്ല. ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ച് ഒട്ടും തന്നെ തൃപ്തി വരാതെ ദുഃഖം അനുഭവിച്ച് നടക്കുന്ന അവസ്ഥയിലാണ് പലരും മദ്യം കുടിച്ച് ബോധരഹിതരായിരുന്നത്. അത് ഒരു സുഖമല്ല, അല്പസമയത്തേക്കുള്ള ഒരു ബോധം കെടൽ മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ധ്യാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇന്ദ്രിയ സുഖങ്ങളില്ല, അതുകൂടാതെ അകുശല ധർമ്മങ്ങളും ഇല്ല, 5 നീവരണങ്ങളും ഇല്ല. അതിനു പകരം 5 ധ്യാനാംഗങ്ങളാണ് ഉള്ളത്: വിതർക്കം, വിചാരം, ഭീതി, സുഖം, ഏകാഗ്രത. ഇവിടെ ഭീതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷമാണ്, അതൊരു ഭോജ്യംഗമാണ്. സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖമാണ്. നമ്മൾ ഇതിനു മുൻപ് ഒരു സൂത്രത്തിൽ വിശാഖനും ധമ്മദിന്യ ഭിക്ഷുണിയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചിരുന്നു. അതിൽ ധമ്മദിന്ന ഭിക്ഷുണി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ധ്യാനത്തിൽ രാഗമില്ല. അതേപോലെ തന്നെ 4ാമത്തെ ധ്യാനത്തിൽ ഒരിക്കലും അവിദ്യയില്ല. ഇവിടെ സുഖം തന്നെയാണ് ഉള്ളത്, പക്ഷേ അതിൽ രാഗമില്ല. 4ാമത്തെ ധ്യാനത്തിൽ ന്യൂട്രലായിട്ടുള്ള സെൻസേഷൻ തന്നെയാണുള്ളത്, പക്ഷേ അവിടെ അവിദ്യയില്ല. ഈ കാര്യം വളരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ ഭഗവാൻ മറ്റൊരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ സുഖത്തെ ന ഭായേദബ്ബ, അതായത് ധ്യാനത്തിൻ്റെ സുഖത്തെ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം ഇത് ഇന്ദ്രിയ സുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സുഖങ്ങൾ അല്ല. പക്ഷേ ഈ സുഖം കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾ ഉപേക്ഷിക്കണം. അതിനെയും പിടിച്ച് ഇതിനെയും പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് വിടാതെ, ഇന്ദ്രിയ സുഖങ്ങളെ വിടാതെ നമ്മൾക്ക് ഈ ധ്യാനത്തിൻ്റെ സുഖങ്ങളെ നമ്മൾക്ക് കൈവരുത്താൻ സാധിക്കില്ല. അതായത് 2 ബോട്ടുണ്ട്, ഒരു ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു, അതേസമയത്തും അതിനേക്കാളും സ്പീഡുള്ള ബോട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലം ഈ ബോട്ടിൽ വെച്ച് മറ്റേ ബോട്ടിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, അത് അപകടകരമാണ്. ഈ ബോട്ട് വിട്ട് ആ പുതിയ ബോട്ടിൽ നമ്മൾ കയറണം. അതേപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങൾ വിട്ട് നമ്മൾ ധ്യാനത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അതിനേക്കാളും വലിയ സുഖം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ നമ്മൾ ധ്യാനം പഠിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ബുദ്ധൻ പല സൂത്രങ്ങളിലും ധ്യാനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്ന് നമ്മൾ പഠിക്കും? ധമ്മസുഖ ഏഷ്യ എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ബന്ദേ വിമലാരംസി, സമത വിഭജന ധ്യാനം, അതേപോലെ തന്നെ മൈത്രി ധ്യാനം, അതേപോലെ തന്നെ ഈ 8 തരം ധ്യാനങ്ങൾ ഇവയെല്ലാം അഭ്യസിപ്പിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിക്ക് ഈ ധ്യാനങ്ങളെല്ലാം നേടാവുന്നതാണ്. ഈ ധ്യാനങ്ങളെല്ലാം നേടാൻ 10ഉം 20ഉം വർഷമാകും എന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു സൂത്രങ്ങളിലും പറഞ്ഞിട്ടില്ല. അതുകൂടാതെ ധർമ്മത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? അകാലികോ, അതായത് ഒട്ടും തന്നെ സമയമെടുക്കില്ല. അതാണ് യഥാർത്ഥ ധർമ്മം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നിർവ്വാണം കിട്ടാനുള്ള സമയം 1/2 ദിവസം മുതൽ 7 വർഷം വരെയാണ് എന്നാണ്. അതായത് ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് നിബ്ബാണം കിട്ടിയേ തീരൂ, എങ്കിൽ അതാണ് ധർമ്മം. 7 അല്ല 70 വർഷം കഴിഞ്ഞിട്ടും നമ്മൾക്കൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അത് ധർമ്മമാണോ എന്നുകൂടി നമ്മൾക്ക് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്
വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. സൂത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വേണം നമ്മൾ എടുക്കാൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ സൂത്രവുമായിട്ട് താരതമ്യം ചെയ്യണം. സൂത്രത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കാം. അപ്പോൾ ഒരു ഭിക്ഷു 1-ാമത്തെ ധ്യാനത്തിലെത്തി. അപ്പോൾ ഭഗവാൻ പറയുകയാണ് ആനന്ദനോട്, ഈ ധ്യാനത്തിൻ്റെ സുഖം ഇന്ദ്രിയ സുഖങ്ങളെക്കാളും ഉയർന്നതാണ്, അതിനേക്കാളും വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ ചിലർ ഉണ്ടാകും, അവർ പറയും ഇതാണ് ഒരു പ്രാണിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഖം എന്ന് പറയും. എന്നാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആനന്ദ, ഇതിനേക്കാളും സുഖകരമായിട്ടുള്ള, ഈ സുഖത്തെക്കാളും കൂടിയ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു സുഖമുണ്ട്. എന്താണ് ആ സുഖം? ആനന്ദ, ഒരു ഭിക്ഷു വിതർക്ക വിചാരങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് 2-ാമത്തെ ധ്യാനത്തിൽ പ്രതിഷ്ഠിതമാകുന്നു. 2-ാമത്തെ ധ്യാനത്തിൽ അപ്പോൾ പീതി, സുഖം, ഏകാഗ്രത മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആനന്ദ, ഈ സുഖം മുൻപിൽ പറഞ്ഞ സുഖത്തെക്കാളും വളരെ ശ്രേഷ്ഠമാണ്, അതിനേക്കാളും ഉയർന്നതാണ്. എന്നാൽ ചിലർ പറയും പ്രാണികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സുഖം ഇത് തന്നെയാണ്, പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതിനേക്കാളും ഉയർന്ന ശ്രേഷ്ഠമായിട്ടുള്ള സുഖമുണ്ട്. അതെന്താണ്? ആനന്ദ, ഒരു ഭിക്ഷു പ്രീതിയെയും ഇല്ലാതാക്കിക്കൊണ്ട് 3-ാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ സുഖം, ഏകാഗ്രത മാത്രമേ ഉള്ളൂ. ഇത് മേൽപ്പറഞ്ഞ സുഖത്തേക്കാൾ കൂടുതൽ ഉത്തമവും ശ്രേഷ്ഠവുമായിട്ടുള്ള സുഖമാണ്. അപ്പോൾ ചിലർ പറയും പ്രാണികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സുഖം ഇത് തന്നെയാണ്, ഇതിനേക്കാളും ഉയർന്ന മറ്റൊരു സുഖമില്ല എന്ന് അവർ പറയും. പക്ഷേ ഞാൻ അതിനോട് യോജിക്കില്ല. ഇതിനേക്കാളും നല്ല സുഖം ഉണ്ട്. അതെന്താണ്? ആനന്ദ, ഒരു ഭിക്ഷു ദുഃഖത്തെയും സുഖത്തെയും ഉപേക്ഷിച്ചുകൊണ്ട്, സൗമനസ്സത്തെയും ദൗമനസ്സത്തെയും ഉപേക്ഷിച്ചുകൊണ്ട്, ഉപേക്ഷയും സതിയും മൂലം പരിശുദ്ധമായിട്ടുള്ള 4-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ആനന്ദ, ഈ സുഖം മേൽപ്പറഞ്ഞ സുഖത്തേക്കാൾ ഉയർന്നതാണ്, ശ്രേഷ്ഠമാണ്. അപ്പോൾ ചിലർ പറയും പ്രാണികൾക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം ഇതുതന്നെയാണ് എന്ന്. എന്നാൽ ആനന്ദ, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇതിനേക്കാളും ഉയർന്നതും ശ്രേഷ്ഠവുമായിട്ടുള്ള മറ്റു ചില സുഖങ്ങളുണ്ട്. അതെന്താണ്? ഒരു ഭിക്ഷു രൂപസംഖ്യയെ അതിക്രമിച്ചുകൊണ്ട് നാനാത്വ സന്യയെ ശ്രദ്ധിക്കാതെ അനന്ത ആകാശം എന്ന ആകാശഞ്ചായതന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ആനന്ദ, ഈ സുഖം മുൻപ് പറഞ്ഞ സുഖത്തേക്കാളും വളരെ ഉത്തമമാണ്, അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. എന്നാൽ ചില ആൾക്കാർ പറയും ലോകത്തിൽ ഏറ്റവും ഉയർന്ന സുഖം ഇത് തന്നെയാണ്, പ്രാണികൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഖം ഇത് തന്നെയാണ് എന്ന് പറയും. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്താണ് കാരണം? ഇതിനേക്കാളും നല്ല ശ്രേഷ്ഠമായിട്ടുള്ള മറ്റു സുഖങ്ങളുണ്ട്. അതേതാണ്? ആനന്ദ, ഒരു ഭിക്ഷു അനന്ത ആകാശം എന്ന ആ ധ്യാനത്തെ അതിക്രമിച്ചുകൊണ്ട് അനന്ത വിജ്ഞാനം എന്ന വിജ്ഞാനഞ്ചായതന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനം. ഈ ധ്യാനത്തിൽ അനന്ത വിജ്ഞാനം, അതായത് നമ്മുടെ ഉള്ളിലുള്ള വിജ്ഞാനം പോലെ തന്നെയാണ് ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ വിജ്ഞാനവും എന്ന കാര്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ സുഖം മറ്റുള്ള ധ്യാനത്തിലുള്ള സുഖത്തേക്കാൾ ഏറ്റവും ഉയർന്നതും അതേപോലെ തന്നെ ശ്രേഷ്ഠവുമാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ചിലർ പറയും പ്രാണികൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സുഖം ഇത് തന്നെയാണ് എന്ന്. എന്നാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇതിനേക്കാളും ഉയർന്ന, ഇതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു സുഖമുണ്ട്. ആ സുഖം ഏതാണ്? ആനന്ദ, ഒരു ഭിക്ഷു അനന്തവിജ്ഞാനം എന്ന ആ അവസ്ഥയെ മറികടന്നുകൊണ്ട് നത്തികിഞ്ചി, അതായത് ഒന്നും തന്നെയില്ല എന്ന അകിഞ്ചന്യായതനം എന്ന ധ്യാനത്തിൽ എത്തി വിഹരിക്കുന്നു. ആനന്ദ, ഈ സുഖം മുൻപുള്ള സുഖത്തേക്കാളും ഉയർന്നതാണ്, അതിനേക്കാളും ശ്രേഷ്ഠമാണ്. അപ്പോൾ ചില വ്യക്തികൾ പറയും ഒരു പ്രാണിക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന സുഖം ഇതുതന്നെയാണ് എന്ന് പറയും. പക്ഷേ ഞാൻ അതിനോട് യോജിക്കില്ല. കാരണം അതിനേക്കാളും ഉയർന്ന മറ്റൊരു സുഖമുണ്ട്. അതെന്താണ്? ആനന്ദ, ഒരു ഭിക്ഷു അകിഞ്ചന്യായതനം എന്ന ആ നത്തികിഞ്ചി എന്ന് പറയുന്ന ആ ധ്യാനത്തെ അതിക്രമിച്ച് നേവസഞ്ജ്ഞ നാസന്യായതനം എന്ന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അതായത് നേവസംഖ്യ നാസന്യായതനം, സംഖ്യ ഉണ്ടോ സംഖ്യ ഇല്ലയോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ. അതായത് മനസ്സ് വളരെ സൂക്ഷ്മമായി, അപ്പോൾ നമ്മുടെ സ്ഥൂല സംഖ്യ അവിടെ ഇല്ലാതായതുപോലെ നമ്മൾക്ക് തോന്നുന്നു. ആനന്ദ, ഈ സുഖം മുൻപ് പറഞ്ഞ സുഖത്തെക്കാളും ഏറ്റവും ഉയർന്നതാണ്,
അതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ ചിലർ പറയും, പ്രാണികൾക്ക് ഈ ലോകത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഖം ഇതാണ് എന്ന് പറയും. പക്ഷേ ഞാൻ അതിനോട് യോജിക്കില്ല. എന്തെന്നാൽ ഇതിനേക്കാളും ഉയർന്നതും സുഖകരവുമായിട്ടുള്ള ശ്രേഷ്ഠവുമായിട്ടുള്ള മറ്റ് സുഖങ്ങളുണ്ട്. അത് ഏതാണ്? ആനന്ദ, ഒരു ഭിക്ഷു നേവസഞ്ജ നാസഞ്ജായതന എന്ന ധ്യാനത്തെ അതിക്രമിച്ച് സഞ്ജ്ഞാവേദീത നിരോധം ഉപസമ്പജ്ജ വിഹരതി. സംഖ്യ, വേദന ഇത് രണ്ടും പൂർണ്ണമായിട്ട് നിരോധമാകുന്ന ധ്യാനത്തിലെത്തിച്ചേരുന്നു. അതായത് ഇത് 8ാമത്തെ ധ്യാനം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. അവിടെ നമ്മുടെ മനസ്സിൻ്റെ സംഖ്യ, അതായത് അതിനെ മൂല്യാങ്കനം ചെയ്യുന്ന സ്വഭാവം, അത് പരിപൂർണമായിട്ടും ഇല്ലാതായി. അതേപോലെ തന്നെ വേദന അല്ലെങ്കിൽ സംവേദന ഈ സമയത്ത് നമ്മൾക്ക് ഒട്ടും തന്നെ അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സഞ്ജ്ഞാവേദീത നിരോധ എന്ന അവസ്ഥ ഇത് എന്ന് പറഞ്ഞത്. ആനന്ദ, ഈ സുഖം മറ്റ് സുഖത്തെക്കാളും ഉയർന്നതാണ്, അതിനേക്കാളും ശ്രേഷ്ഠമാണ്. ഠാനം കോപനേതം ആനന്ദ വിജ്ജതി യം അന്യത്തിരീയ പരിഭാജക ഏവം വദയും. അപ്പോൾ ഭഗവാൻ മുൻകൂട്ടി തന്നെ ഒരു കാര്യം കണ്ടു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ആനന്ദ, മറ്റുള്ള സമ്പ്രദായത്തിലെ പരിവ്രാജകർ ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞേക്കാം, സഞ്ജ്ഞാവേദീത നിരോധം സമണോ ഗൗതമോ ആഹ തഞ്ച സുഖസ്മിം പഞ്ഞാപേതി. ശ്രമണ ഗൗതമൻ സഞ്ജ്ഞാവേദീത നിരോധം എന്ന അവസ്ഥയെപ്പറ്റി പറഞ്ഞു. പക്ഷേ അതിനെ അദ്ദേഹം സുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇവിടെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം എന്നാണ്. പക്ഷേ ഈ അവസ്ഥ, അതായത് 8ാമത്തെ ധ്യാനം കഴിഞ്ഞുള്ള ഈ അവസ്ഥ സഞ്ജ്ഞാവേദീത നിരോധമാണ്. അതായത് സംഖ്യയും വേദനയും നിരോധമാകുന്ന അവസ്ഥ. അവിടെ നമ്മുടെ ശരീരത്തിൽ ഒട്ടും തന്നെ സംവേദന അല്ലെങ്കിൽ അനുഭവം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ അതിനെ സുഖാനുഭവത്തിൽ എങ്ങനെ ശ്രമണ ഗൗതമൻ ഉൾപ്പെടുത്തി എന്നതാണ് അവരുടെ ചോദ്യം. തൈതം കിംസു, അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താണ്? ഈ രീതിയിൽ അന്യ മതത്തിലുള്ള പരിവ്രാജകർ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ആനന്ദ, നിങ്ങൾ ഇപ്രകാരം പ്രത്യുത്തരം കൊടുക്കണം. നഖോ ആവുസവ ഭഗവ സുഖം യേവ വേദനം സന്ധായ സുഖസ്മിം പഞ്ഞാപേതി. മിത്രങ്ങളെ, ഭഗവാൻ സുഖവേദനകളെ ആശ്രയിച്ചിട്ടുള്ള സുഖത്തെ മാത്രമല്ല സുഖം എന്ന് പറയുന്നത്. അപിച്ച ആവുസ യത്ത യത്ത സുഖം ഉപലബ്ധതി യാഹിം യാഹിം തം തം തഥാഗതോ സുഖസ്മിം പഞ്ഞാപേതീതി. മിത്ര, ഏതേത് അവസ്ഥകളിൽ നമ്മൾക്ക് സുഖം ലഭിക്കുന്നുണ്ടോ, അത് എവിടെയായിക്കഴിഞ്ഞാലും ഏത് അവസ്ഥയിലായാലും അതിനെ ഭഗവാൻ സുഖം എന്ന് വിളിക്കുന്നു. അതായത് ഏതേത് അവസ്ഥകളിൽ നമ്മൾക്ക് ലഭിക്കുന്നു അതിനെയാണ് നമ്മൾ സുഖം എന്ന് വിളിക്കുന്നത്. അതിന് സുഖത്തിൻ്റെ അനുഭവം തന്നെ അല്ലെങ്കിൽ സുഖത്തിൻ്റെ വേദന തന്നെ ആവശ്യമില്ല. അല്ലാതെ ഉള്ള സുഖം, ഈ വേദനകളെല്ലാം നിരോധമാകുന്ന ഒരു സുഖമുണ്ട്. അവിടെ ഒട്ടും തന്നെ വേദന അല്ലെങ്കിൽ സംവേദന ഉണ്ടാകില്ല. അതിനെയാണ് നിബ്ബാണം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പരമമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, സുഖവേദനയെ ആശ്രയിച്ചിട്ടല്ല സുഖമുള്ളത്, ആ വേദനകൾ തന്നെ ഇല്ലാതാകുന്ന സമയത്തുള്ള ഒരു സുഖമുണ്ട്. അതിനെയാണ് ഇവിടെ സുഖം എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. ആയുഷ്മാൻ ഭഗവാന്റെ സംഭാഷണത്തിൽ തൃപ്തനായി, അതിനെ അഭിനന്ദിച്ചു. ബഹുവേദനീയ സൂത്തം നിഠിതം നവമം. അങ്ങനെ ബഹുവേദന എന്ന് പറയുന്ന സൂത്തം അവസാനിച്ചു. ഈ സൂത്രം വളരെ പ്രേരണാജനകമാണ്. അതായത് ആരെങ്കിലും പറയുകയാണ് ഈ 5 ഇന്ദ്രിയ സുഖങ്ങൾക്ക് മേതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രങ്ങളെ ഫോർവേഡ് ചെയ്യുക. അവർ അവരുടെ ഭ്രമത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ഈ സൂത്രത്തിൽ ഭഗവാൻ വീണ്ടും ധ്യാനത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമുക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ.
അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.